എന്തൊരു കാര്യമാണെന്ന് പറയാം, എന്തോ പറ്റിയതാണോ ഇത്? ഏതവന്മാരായിമാരുണ്ട് ഈ ചെറുക്കനെ ഈ വില കാണിച്ചിട്ട് പോയത്? എന്നിട്ട് തലയെല്ലാം കൂടെ പൊട്ടിച്ചല്ലോ. എന്ത് പറ്റിയേട്ടാ? ഒരു ആക്സിഡന്റ് ഉണ്ടായതാ. അപകടമുള്ളൊരു സ്ഥലമായിരുന്നു. നല്ല വിളിച്ച് പറഞ്ഞതാണ്. റോഡൊക്കെ ശരിയായി, മൊത്തം കുണ്ടും കുഴിയും. അവിടെ ഇങ്ങനെ ഏറി ചെയ്യണ പയ്യന്മാരൊക്കെ ഒരു കാര്യം. പിള്ളേരെ വണ്ടി കിട്ടി കഴിഞ്ഞാൽ താഴെയല്ല മേളിലുമല്ല, ചുമ്മാ അടിച്ചാ കീറി പോവല്ലയോ. കുമാരുടെ കാര്യം എന്തോ പറയാനാ. തന്തേം തള്ളേം ആരെങ്കിലും സഹായിക്ക്. കുറെ പൈസ ഉണ്ടായി പിള്ളേരെ ഇങ്ങനെ അങ്ങ് അഴിച്ച് വിട്ടേക്കുക. ചേട്ടാ കുറച്ച് വെള്ളം കൊണ്ട് ചേട്ടാ. കിച്ചു, നീ പെട്ടെന്ന് വന്ന് നമ്മുടെ ജംഗ്ഷനിലോട്ട്. നീ പെട്ടെന്ന് വാ, ഞാൻ വന്നിട്ട് കാര്യം പറയാം. പെട്ടെന്ന് വാ. ശരി. നമ്മുടെ ടോണി. ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, കവരത്തി. ചലച്ചിത്ര ഗാനങ്ങൾ. എന്തുവാടാ മൊബൈലിനകത്ത്? ഗെയിം. ചേട്ടോ എന്തുവാ പാട്ടൊക്കെ കേട്ട് സൂചിച്ചിരിക്കുക. നടക്കട്ടെ. ചേട്ടോ കടുപ്പം കുറച്ച് ചായ, പാലൊട്ടും കുറയ്ക്കണ്ട. നിന്റെ പറ്റൊട്ടും കുറവില്ലല്ലോടാ. നമസ്കാരം. ഇന്ന് പണിയില്ലായിരുന്നോ? ഇല്ലായിരുന്നു. മനോജേ, ഓ അവൻ ടി വിക്കകത്ത് കയറിയിരിക്കുക. ചേട്ടാ ശമ്പളം ഒന്ന് കിട്ടിക്കോട്ടെ. ചേട്ടാ ഫുൾ പറ്റും ഞാൻ തീർത്തേക്കാം. ഒന്ന് തീർത്താ മതിയായിരുന്നു. നിനക്കെവിടെ ജോലി കിട്ടിയത്? റാങ്ക് ലിസ്റ്റിൽ പേരൊക്കെ ഉണ്ട്. അവന് കുറെ നാളുകൊണ്ട് റാങ്ക് ലിസ്റ്റ് പേരുണ്ട്, പക്ഷെ ജോലി മാത്രമില്ല. മതി നിർത്ത് കേട്ടോ. ടി വി കണ്ടോണ്ടിരിക്കുക. വലിയ കാര്യമൊന്നുമല്ലല്ലോ. വരുന്നു. എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. MLA എപ്പോ വിളിച്ച് ഞാൻ വെച്ചതേ ഉള്ളു. തിരുവനന്തപുരത്തുനിന്നോ ഇന്നലെ എത്തിയതേ ഉള്ളു. ശരി എന്നാ. ഞാൻ ശരിയാക്കിണ്ടല്ലോ എല്ലാം. അവിടെ എത്തിയാ മതി നിങ്ങള്. ഓക്കെ ശരി എന്നാ. ചേട്ടോ എന്താടാ? എല്ലാരും ഉണ്ടല്ലോ. ചേട്ടാ ഒരു ചായക്ക് തരണേ. വല്ല അടിച്ചോടാ. പിന്നെ നമുക്കിതൊന്നും അടിക്കത്തില്ലെന്ന്. ഒന്ന് മുറുക്കിയേക്കാം. രാജീവേ, നിനക്കിന്ന് പ്രോഗ്രാം ഒന്നുമില്ലടേ? അല്ല, കോഴിക്കോട് ഒരു സമ്മേളനം ഉണ്ടായിരുന്നു, കണ്ടില്ലേ ടിവിയില്? കണ്ട് അടി നല്ലവണ്ണം കൊണ്ടല്ലോ. ഒരു കോള് വരുന്നുണ്ട് കേട്ടോ. ഹലോ, ഞാൻ രാജീവ. ഇവന്റെ ഒരു കാര്യം. ചേട്ടാ മധുരമില്ല ചേട്ടാ? പകുതി തീർത്തല്ലോടാ നീ. എന്തിനാ നിയമം കൊടുത്തിയൊക്കെ? തെളിവില്ല പോലും. ഇവിടെ ഗൾഫിലെ നിയമം വരണം. പറഞ്ഞ കറക്റ്റാ ചേട്ടാ. മധുരം അവിടെ തുപ്പാതടാ. ഓ പിന്നെ സത്യം പറഞ്ഞ വല്ലാത്ത പോക്കായത്. മനുഷ്യന് പട്ടിയുടെ വില പോലും ഇല്ലെന്ന്. ഭരിക്കുന്നവരെ ഗുണവാ. പട്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഇന്നലെ എന്നെ പട്ടികളെല്ലാം കൂടെ നിഷേധത്തിനെതിരെ ഞങ്ങളൊരു ധർണ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇന്നലെ കിട്ടിയതിന് ക്ഷീണം തീർന്നിട്ട് പോരായോ? ധരണ എന്തതിന്റെ ധരണയാ? ഇതെല്ലാം ഭരിക്കുന്നവരുടെ കുഴപ്പമോ? നിങ്ങളെതിരെ ഈ ഭരണത്തെ കുറ്റം പറയുന്നത്? അതെ കുറെ നേരമായിട്ട് തുടങ്ങിയതാ.
ആശാൻ പറയുന്നതിലും കാര്യമുണ്ട് കേട്ടോ. അടുത്ത പ്രാവശ്യം ഞങ്ങളൊന്ന് വന്നോട്ടെ, കാണിച്ചു തരാം. പിന്നെ നീയൊക്കെ കുറെ കാണിക്കും. ഒന്ന് പോടൂ. പോടോന്നു നീ ആരാടാ പോടോന്ന് പറയാൻ? പിന്നെ താനെന്തോ ചൊറിഞ്ഞ കാര്യം പറയുന്നേ? നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാതിരിക്കും. ഇവിടെ പ്രശ്നം ഉണ്ടാക്കും. രണ്ടുപേരും അങ്ങോട്ട് ഇറങ്ങി, അങ്ങോട്ട് ഇറങ്ങാൻ. എന്റെ പൊന്നു മക്കളെ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിടാங்க. രണ്ടുപേരും ഒരു കാര്യം നടക്കട്ടെ. രണ്ടുപേരും ഇവിടെ അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് ഇറങ്ങി. ഞാൻ നിന്ന പണിയാ വിട്ടു. എന്തോ ചെയ്യാനാ ചേട്ടാ? തലശ്ശേരിക്ക് മുറിഞ്ഞു പരിചയം തോന്നുന്നുള്ളൂ. എന്തോ ചെയ്യാനാ? പിടിയും കിട്ടുന്നില്ല. ശരിക്കും ചോര പോകുന്നുണ്ട് കേട്ടോ. എന്ത് ചെയ്യാനാന്ന് ഓരോ പിള്ളേർ കാണിക്കുന്നതേ. പോലീസിനെ വിളിച്ചോണ്ട് വരും. ഇത് ആരെങ്കിലും 108 110 വിളി. സമയം കളയാതെ. പോലീസ് സ്റ്റേഷൻ. ഇവിടെ ഒരു ആക്സിഡന്റ്. ഉടനെ എത്താൻ പറ്റുമോ? ചേട്ടാ ഞാൻ വന്നേ. നമ്മൾ ഇതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ ആ പാടെ വിഷയമാവും, പോലീസ് കേസൊക്കെ ആവും. നമുക്ക് ഇവിടുന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. വാ. ഇത് ഭയങ്കര ഇടിയായി പോയല്ലോടാ. വല്ലാത്ത ഇടിയാനായി പോയി. അതെ, ആള് കയറുന്നോടാ. ഓ ഇല്ല, അവനടുത്തും കൊണ്ടുപോയി. ഓവർ സ്പീഡ് വല്ലതായിരുന്നു? ഓ അല്ല, ഒരു പെണ്ണ് വന്ന് ഉറുക്കിയാടിയതാ. ഞങ്ങളെന്ന് വെച്ചാൽ ജംഗ്ഷനിൽ നിൽക്കുമായിരുന്നു. അന്നൊരു ഐഡിയ കിടക്കുന്നത്. എടാ എടാ ഇത് കൊള്ളാലോ. മറ്റേത് എന്തോടാ മൊബൈലിനകത്ത്? ഏയ് ഗെയിം ഏട്ടാ. ഗെയിം. എടാ നിന്റെ മെറ്റയില്ല ഗെയിമുണ്ടോ? മറ്റത് അല്ല പൊട്ടിക്കുന്നതേ. ഓ ക്യാൻഡി ക്രഷ്. അത് തന്നെ, അതൊന്ന് സെൻഡ് ചെയ്താ. നിന്റെ എക്സെൻഡർ ഉണ്ടോ? എക്സെൻഡർ ഇല്ല, ബ്ലൂടൂത്ത് ഉണ്ട്. ബ്ലൂടൂത്ത് ഓണാക്ക്. അവനേത് പെണ്ണോടെ സംസാരിച്ചോണ്ടിരിക്കുന്നു. ഏയ് കുഴപ്പമൊന്നുമില്ല എടി, നീ ടെൻഷൻ അടിക്കണ്ട. ആരായിരിക്കോ എന്തോ. കേറുന്നില്ല. നീ എക്സെൻഡർ ഒന്ന് സെൻഡ് ചെയ്താ. ഇത് വലിയ ശല്യമായല്ലോ. പിടി. പെണ്ണടാ, കൊള്ളാല്ലേ? ഹായ്. എന്നിട്ട് അവള് നിന്നില്ലേ? അവളൊരുത്തനോട് അപ്പഴേ തലം വിട്ട്. അവളിപ്പോ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുമായിരിക്കും. നിനക്ക് സെന്റിമെന്റ്സിന്റെ ഒരു അംശം പോലും ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ ബിഹേവ് ചെയ്യില്ലായിരുന്നല്ലോ. ചേച്ചി കഴിക്കാൻ വിളിക്കുന്നു. എന്നെ ഇങ്ങനെ പ്രതിസന്ധിയിലാക്കില്ലായിരുന്നു. ചേച്ചി കഴിക്കാൻ വിളിക്കുന്നെന്ന്. എന്താ ചേച്ചി വയ്യേ? എടി ഒരു പ്രശ്നമുണ്ട്. എന്താ ചേച്ചി? പപ്പിയൊന്നും അറിയരുത്. ഇല്ല, കാര്യം പറ. ഡി ഞാനിന്ന് ഒത്തിരി ലേറ്റായിട്ടാ വന്നത്. എവിടാ വീട്? ഇതൊക്കെ താണെന്തിനാ അറിയുന്നേ? ഹലോ, എടാ നീ ജംഗ്ഷനിൽ നിൽപ്പുണ്ടോ? കുഴപ്പമാവോ? ഓക്കെ ഓക്കെ, ശരി ശരി. എത്രയായി? അതിന് ചേച്ചി എന്തിനാ വിഷമിക്കുന്നേ? ചേച്ചിനെ കുഴപ്പമൊന്നുമില്ലല്ലോ. അയാൾക്ക് വല്ലതും പറ്റിക്കാണോ? അപ്പയമ്മയൊക്കെ അറിയിച്ചിട്ടുണ്ട്. അവരിപ്പം ഓക്കെ ശരി. നടന്നല്ലോ. ഇപ്പം എങ്ങനെയുണ്ട്? ഒന്ന് ചാരിയിരിക്കണം. ഒന്ന് പിടിച്ചേ.
കൊണ്ടുവന്ന് ദേ വന്നല്ലോ. ഡോക്ടർ എന്ന് പറഞ്ഞു. ഓണിച്ചോ, ആരാ വരുന്നത് നോക്കിയടാ. വണ്ടി ഒന്ന് മാറ്റി വെക്ക്. ആരാന്നങ്ങ് പോയാ മതി. ബൈക്കാണത് അപ്പനും പറയുന്നോ? ഞങ്ങളോട് വഴിമാറാൻ പറയുന്നോ? നിന്നെ അന്നേ സ്കെച്ച് ചെയ്തതാ. നിനക്ക് പ്രേമിക്കാൻ ഞങ്ങളുടെ കൊച്ചിനെ കിട്ടിയോളാ. നീ ഒന്നും അതിനായിട്ടില്ല. ഇത് ചോര വേറെ. ഇനി ഇതുപോലെ എവിടെങ്കിലും പോയി മറിഞ്ഞു വേണ്ടി ചോര കളയണ്ട കേട്ടാ. ഇപ്പം എൻ്റെ വിവരം കൂടെ ഉണ്ട്. പറഞ്ഞങ്ങ് പോടാ.